Hello guys, welcome back to my YouTube channel. കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ തുടക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. പൊതിച്ചോറിനുള്ള എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഇല എന്തായാലും ഉണ്ട്. അപ്പോൾ ഇല ഞാൻ ഇന്ന് പോയി ഇവിടുത്തെ ബക്കാലെന്ന് ഇവിടുത്തെ കേരള ഷോപ്പാട്ടോ, കേരള കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ച ഒരു ഇലയാണ്. ഇത് ഒരേ ഇലയല്ല, കുറേ ഇലയുണ്ട്. അപ്പം ആദ്യം ഇല എങ്ങനെയാണ് നമുക്ക് ചൂടാക്കുന്നത് അല്ലേ, എന്താ വാടിക്കുന്നതിനെ നോക്കാം. ഞാൻ ഇല എടുത്തിട്ടുണ്ട്. ഇല ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. ആദ്യമായിട്ട് ചെയ്യും കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞൂടാ. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വാടിച്ചെടുക്കും. ഇവിടെ ഞാൻ മീനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ, അത് നിങ്ങൾ നോക്കണ്ട. ഞാൻ ആദ്യം ഇല ഒന്ന് ചൂടാക്കിക്കോട്ടെ. കറ്റി പോകുമല്ലോ, എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ റോങ് ആണെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് തെറി വിളിക്കരുത്. ഓക്കെ, എൻ്റെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പുത്രനായ മിക്കിയാണ് ഇതെൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താ മിക്കി പറഞ്ഞു? ഇല. എന്നാ ഇലയാ? ഫുഡ് വെക്കുന്നതല്ല, അതിൻ്റെ പേരുണ്ട്. വാഴയില. വാഴയിലയല്ല, വാഴയില. ഓക്കെ, നമ്മളിത് എങ്ങനെ ചൂടാക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇല ചൂടാക്കുവാണ്. അങ്ങനെയല്ല, നേരെ പിടിക്കണം, അങ്ങനെയല്ല, ഓപ്പൺ ആക്കി പിടിക്കണം. കുറച്ചേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. വെയിറ്റ് ചെയ്യ്. ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്ന ഒരാളാണ്. കത്തു അത് അടുത്ത ഇല എടുത്തോ. 1 more ഇല എടുത്തോ. നമ്മൾ 4 people ആയി. അപ്പം എല്ലാവർക്കും സുഖമാണോ ചോദിക്കേ? ഞങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് കുറെ നാളായി. അപ്പൊ ഇന്ന് നമ്മുടെ കുറെ നാളുകൾക്ക് ശേഷമുള്ള വീഡിയോസ് അല്ലേ. അപ്പൊ നീ ഒരു ഹായ് പറ, എല്ലാവരും ഹായ് പറ. അപ്പം ഇനി തൊട്ട് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ തനിക്ക് പോയി പറഞ്ഞിട്ടുണ്ടപ്പം. അപ്പൊ ഏകദേശം വാഴയില ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് പാക്ക് ചെയ്യണം. ഫുഡ് ഇപ്പൊ കഴിക്കില്ല മിക്കി, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. വെയിറ്റ്, ഇതിനകത്ത് പൊതിഞ്ഞിട്ടാ തിന്നണ്ടേ. മഴയിൽ ഇച്ചിരി ഫ്ലോപ്പ് ആയി പോയി, കാരണം ഒരു തുള വന്നു കേട്ടോ. അതാക്കില്ല, കുഴപ്പമുണ്ടോ? ഒരു വാഴയില ഇച്ചിരി ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും തോറ്റ് പിന്മാറാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇച്ചിരി കീഴ്ക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇലയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചോറ്, കറികൾ എല്ലാം വെക്കാം. അപ്പൊ നമുക്ക് ചോറ് വെക്കാം. ഗൈസിന് അത്ര നിനക്ക് അറിയത്തൊന്നുമില്ല. ഓക്കെ, ആദ്യം നമ്മൾ ചോറ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പൊ ഇട്ടതേ ഉള്ളത്. ഇങ്ങനെ ഇവിടെ ഇടുക. ഇങ്ങനെ. ഇത് അമ്മയുടെ കേട്ടോ. മിക്കി പിണങ്ങിപ്പോയി, മിക്കിയെ കൊണ്ട് ഞാൻ ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നമുക്ക് മത്തി വെക്കാം. മത്തി നല്ല അടിപൊളി മത്തി ഉണ്ട്. അപ്പം നമ്മൾ മത്തി ഈ സൈഡിൽ വെക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ ചോറ് വെച്ചു, മത്തി ഫ്രൈ വെച്ചു. അടുത്ത് നമ്മൾ വെക്കുന്നത് ഒരു മുട്ട ഫ്രൈ ആണ്. അടുത്തത് വെക്കുന്നത് ഒരു മുട്ട ഫ്രൈ. ഇച്ചിരി കുറച്ച് മതിയോ, ഒരുപാട് കറിയായാലും നമ്മൾ കഴിച്ചിരുന്നില്ല. ഓക്കെ, പിന്നെ വേണ്ടത് നല്ല ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മിക്കിയാണ് അടുത്ത സാധനം വെക്കുന്നത്. എന്താ മിക്കി വെക്കുന്നത്? മിക്കി പിണങ്ങി നിൽക്കുകയാണ്. മിക്കി അടുത്തത് നമ്മൾ വെക്കുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. ചെമ്മീൻ ഫ്രൈ. ഓക്കെ, അത് ഞാൻ ഒരു 3 പീസ് ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ 4 പീസ് ചെമ്മീൻ ഫ്രൈ. ഇനി വെക്കാനുള്ളത് നല്ല മോര് കറിയാണ് അടുത്തത് വെക്കുന്നത്. ഒരിച്ചിരി മോര്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മോര്. ബനാന ചിപ്സ് അത് നമ്മൾ ഇടുന്ന എപ്പോഴാണെന്നറിയോ? ബനാന ചിപ്സ് ഓണത്തിനാണ് നമ്മൾ ബനാന ചിപ്സ് ഇടുന്നത്. എനിക്ക് ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇല ഉള്ളപ്പോൾ നമ്മൾ ബനാന ചിപ്സ് സാധാരണ വെക്കുന്നതാണല്ലോ. ഇന്നത്തെ ഇല ബനാന ചിപ്സ് വെച്ചില്ല. വേണേൽ വെക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഇപ്പം നമ്മുടെ ബനാന ചിപ്സ് ഇല്ല, സോ നമ്മൾ വെക്കുന്നില്ല. എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ പാക്കാണ് ഇത്. നമ്മുടെ കേട്ടോ, ഇതിനകത്ത് അമ്മയുടെ ഇല കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മിക്കിയുടെയാണ്. അത് മിക്കി തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് നമ്മൾ പതുക്കെ ഇങ്ങനെ മടക്കണം. ഓക്കെ, അയ്യോ മിക്കി കീറല്ലേ. ഓക്കെ, ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അത് ഇങ്ങനെ വെച്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അത് എനിക്കോ ഓരോടെ കീറി ഇങ്ങനെ വെച്ച്. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ചോറിട്ടു. ഇത്ര ചോറ് മതിയോ നിനക്ക്? ചോറ് വേണം. ആ, എന്നാൽ ഇച്ചിരി ചോറ് എടുക്കാം. വെയിറ്റ് ചെയ്യും. ഇത്ര കൂടെ ചോറിട്ടു. ഓക്കെ, മതി. ഇനി നമുക്ക് വേണ്ടത് മീമി എടുത്ത് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മീമി വെക്കുക. ഒത്തിരി ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് ചേർത്താൽ മതി. ഓക്കെ, സൈഡിലോട്ട് വയ്ക്കാതെ വെച്ചാൽ അടുത്തോട്ട് വയ്ക്കുക. ചോറിൻ്റെ അടുത്താണ് വയ്ക്കേണ്ടത്. ഓക്കെ, മതി മതി മതി. ആ മതി. അവിടെ ഒരു മീൻ താഴോട്ട് പോയി. ഓക്കെ, ഇനി വേണ്ടത് ഒരു ഇച്ചിരി മുട്ട ഫ്രൈ. അതാ മുട്ട ഒന്നും കഴിക്കത്തില്ല. ഇച്ചിരി മോര്. ആ, തോരൻ. തോരൻ. പിന്നെ ചോറും മീനും മാത്രം മതി. മോര് കറി. ആ, പച്ചക്കറി ഒന്നും ഇനി റാഫേലിനും ഐവിനും രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാനുണ്ട്? അപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, അതായത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടാണ് പുള്ളി വരുന്നത്. പുള്ളി അപ്പോഴത്തേനും വന്ന് ഇലയിൽ ഞാൻ കഴിക്കാൻ വഴിയില്ല, അല്ലാതെ ഞാൻ ഇവിടെ കറിയൊക്കെ വെച്ചേക്കാം. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പം ഐവനും റാഫേലിനും അവർക്ക് രണ്ടും കൂടെ പാക്ക് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ 4 പൊതിച്ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാനുള്ള സമയമാണ്. ഇനി ഐവനെ മിക്കയും റാഫിനെ എല്ലാവരും വിളിച്ചോണ്ട് വരട്ടെ, എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പം നമ്മുടെ ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ പൊതിച്ചോറ് എടുക്കുക. അത് ഐവൻ്റെ പൊതിച്ചോറ്. അതറിയാം. ഇത് മിക്കിയുടെ പൊതിച്ചോറ്. ആ, ചോറ് ഇതിലുണ്ട്. അതിനാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. പൊതിഞ്ഞ് വെച്ച ചോറ്. ഇത് റാഫിന്. അത് ഓപ്പൺ ആക്കുമ്പം കറക്റ്റായിട്ട് ഓപ്പൺ ആക്കണം, അല്ലെ താട്ടെല്ലാം കൂടെ വീഴുവേ. പ്രോപ്പറായിട്ട് ഓപ്പൺ ആക്കണം. ഇത് അമ്മയുടെ. എങ്ങനെയുണ്ട്? ഇച്ചിരി മോര് ഞാൻ ഐവിന് ഒഴിച്ചില്ല. മോര് വേണമെങ്കിൽ മോര് തരുന്നതായിരിക്കും. ബട്ട് 6 ചോറും മീമി മാത്രം കഴിക്കാൻ വന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. എല്ലാവരും അവിടെ ഇരുന്നും കഴിച്ചോ. എങ്ങനെയുണ്ടെന്ന് പറയണം. എമ്മിയാണോ എന്ന് പറയണേ. ഇത് ഒപ്പിയൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ. ഇവരാണ് പ്രശ്നം. എങ്ങനെയുണ്ട്? യമ്മി. ഇനി എൻ്റെ പൊതിച്ചോറ് ഞാൻ കഴിക്കാൻ പോവാണ്. തുറന്ന് ഞാൻ ആക്ച്വലി ഒരു പൊതിച്ചോറ് ഇല പൊട്ടിപ്പോയായിരുന്നു. അപ്പം ഞാൻ 2 ഇലയിലാണ് പൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ദിസ് ഈസ് മൈ പൊതിച്ചോറ്. ഓക്കെ, സീ ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഓക്കെ, അപ്പോൾ എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ട്? തല തിരിഞ്ഞ് പോയോ എന്നൊരു സംശയം. തിരിച്ചു വയ്ക്കാം. ആക്ച്വലി ഇവിടെ അല്ലേ, മുകളിലോട്ടല്ലേ വരണ്ടേ. ഓക്കെ, ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോറിനകത്ത് ചോറ്, മോര്, മീൻ, തോരൻ, മുട്ട ഫ്രൈ, ഫിഷ് മീമി. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഇത് കഴിക്കുന്ന ഒരു മെത്തേഡുണ്ട്. എല്ലാവരും നോക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞുമീനും കൊണ്ടിരിക്കും. ഞാനിവിടെ നല്ല അടിപൊളി കറിയും കൂട്ടി കഴിക്കും. നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ആദ്യം ഒരു മത്തി ഫ്രൈ ഇച്ചിരി ഇങ്ങനെ പൊളിച്ചിട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി തോരന് ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി മുട്ട ഫ്രൈ ഇതിങ്ങനെ വെക്കും. അത് കഴിഞ്ഞൊരു കുഞ്ഞു മീമിയുടെ ഒരു ഇച്ചിരി കൂടെ എടുക്കാം അല്ലേ. ഓക്കെ, അത്രയും വെച്ചിട്ട് നമ്മൾ ചോറിങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓ അടിപൊളി. ചമ്മന്തി കൂടെ നല്ലതായിരുന്നു. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ 2 റാബിറ്റ്സ്. ഇവൻ്റെ ഈ ബിഗ് വണ്ണിൻ്റെ പേരാണ് റിബു. അവനെ ഞങ്ങൾ മേടിച്ചത് നവംബറിലാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അവൻ ഒരുപാട് ബിഗായി. പിന്നെ മിട്ടുവിനെ കാണിച്ചടാ.
അതാണ് ഞങ്ങളുടെ മിട്ടുവിന് മേടിച്ചിട്ട് കുറച്ച് നാളേ ഉള്ളൂ, ഒരു 1 month ഒക്കെ ആയുള്ളൂ. അവനും ബിഗായി മേടിച്ചതിനെ കാട്ടും. ഞങ്ങൾ റിബുവിനെ മേടിച്ചപ്പോൾ മിട്ടുവിന്റെ അത്രയും മുഴുപ്പേ ഉള്ളായിരുന്നു. അപ്പിട്ടോ? അയ്യോ, അവനവിടെ അപ്പിട്ടു. അപ്പൊ ഞങ്ങളുടെ 2 റാബിറ്റ്സിനെ നിങ്ങൾ കണ്ടോളൂ. 1 is മിട്ടു and 1 is റിബു. ബിഗ് 1 is റിബു, സ്മോൾ 1 is മിട്ടു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പിള്ളേർക്ക് നല്ലൊരു ടൈം പാസ് ആണ് ഇവന്മാരുള്ളത്. മിക്കിക്ക് റാബിറ്റ്സിനെ പേടിയായതുകൊണ്ട് ഞങ്ങൾ മിക്കിക്ക് മേടിച്ചു കൊടുത്ത സാധനത്തിന്റെ പേരാണ് അക്വേറിയം. അക്വേറിയം ഒന്നും അല്ല, ജസ്റ്റ് ഒരു ബൗളിനകത്ത് അത് മീനിനെ എടുക്കാനുള്ള സാധനമാണ്. പക്ഷെ എപ്പോഴെപ്പോഴും അത് എടുത്തോണ്ടിരിക്കാനാണ് അവന്റെ തൊഴിൽ. മീനെ ആവശ്യമുള്ളപ്പോഴും എടുക്കുന്നത്, അത് ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുന്നത്, അല്ല എപ്പോഴെപ്പോഴും എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഫിഷുകൾ കണ്ടോ, എത്ര ഉണ്ടോ നോക്കി. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, മിക്കിയെ കണ്ടിട്ടാണ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫിഷ്. ഈ പെറ്റ് ആനിമൽസിനോട് എനിക്ക് പൊതുവെ അത്ര ഇഷ്ടമുള്ളതല്ല. എനിക്ക് ഇതിനോടൊക്കെ പേടിയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ റാബിറ്റ്സ് പൊതുവെ അത്ര പേടിക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഈസി നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഡോഗ്സിനെ പോലെ ഒന്നും നമുക്ക് ഇവരെ പുറത്ത് കൊണ്ടുപോയി പോട്ടി ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് നമ്മൾ തെമ്മൂന്നാണ് നമ്മളൊരു കേജ് വാങ്ങിച്ചത്. ആ കേജിനകത്ത് ഇവർ അതിനകത്ത് തന്നെയാണ് ഇവരുടെ പോട്ടി എല്ലാം ചെയ്യുന്നത്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യേണ്ടി. ഈ പെറ്റ് ആനിമൽസ് വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പെറ്റ് ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുറേ സമയമൊക്കെ പൊക്കോളും. അപ്പോൾ അവർക്കാണെങ്കിൽ നമ്മൾ മൊബൈൽ കാണുന്നതിനൊക്കെ ഇച്ചിരി കുറയ്ക്കാൻ പറ്റും കേട്ടോ. സ്ക്രീൻ ടൈം ഇച്ചിരി കുറയ്ക്കാൻ പറ്റും നമുക്ക് കുട്ടികളുടെ ഇടയിലുള്ള. പെറ്റ് ആനിമൽസിനോട് ഒരു കെയർ ഒക്കെ ഉണ്ടാവും. അപ്പം അത് നല്ല കാര്യമാണ്. നമുക്ക് ആനിമൽസിന് വീട്ടിലുള്ളപ്പം ഇത് റാബിറ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്തൊക്കെ ആണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോഗ്സിനെയൊക്കെ വളർത്താം. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഇതുപോലെ ആനിമൽസിനെ വളർത്തുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ടൈപ്പ് ആനിമൽസിനെയൊക്കെ വീടുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ആനിമൽസിനെയൊക്കെ നമുക്ക് വളർത്താം. അതുപോലെ ഇതിനെ ഫീഡ് ചെയ്യേണ്ട ടൈമിലൊക്കെ ഇവർ കറക്റ്റ് സമയത്ത് അമ്മ അവർക്ക് ഫീഡ് ചെയ്തോ, അല്ലെങ്കിൽ റാബിറ്റിന് വിശക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു മറ്റുള്ള ആനിമൽസിനോടൊക്കെ അല്ലെങ്കിൽ സഹജീവികളോടൊക്കെ ഒരു കെയറിങ്ങും അവരുടെ ഫീലിങ്സിനെയൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ മിട്ടുവിനെ ഒരു വശം ഞാൻ വഴക്ക് പറഞ്ഞു. മിട്ടു, നീ എന്തിനാ എൻ്റെ തുണിയുടെ മുകളിൽ കയറി, ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ കയറി ഇരുന്നപ്പം ഞാൻ പറഞ്ഞു. അന്നേരം റാഫേൽ പറഞ്ഞു, അയ്യോ മിട്ടുവിനെ എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്, അവൻ എൻ്റെ ബ്രദർ അല്ലേ, അങ്ങനെ അവൻ പറഞ്ഞു. കാരണം അവനെ സംബന്ധിച്ച് അവന് ബ്രദേഴ്സാണ് അവൻ്റെ റിലേഷനിൽ കൂടുതലായിട്ടുള്ളത് അല്ലേ. അവന് 2 ബ്രദേഴ്സാണ് മൊത്തം ഉള്ളത്. അപ്പം 2 ബ്രദേഴ്സ് ഉള്ള സ്ഥിതിക്ക് അവൻ്റെ വിചാരം ഇതും ഒരു ബ്രദറാണെന്നാണ് അവൻ കാണുന്നത്. ഈ റാബിറ്റും അവൻ്റെ ഒരു ബ്രദറാണെന്നാണ് അവൻ പറഞ്ഞത് അന്നേരം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. സ്വാഗതം.